ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ഒരുപാട് വിദ്യാർത്ഥികൾ താല്പര്യം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വേൾഡ് ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഇന്ത്യക്ക് പുറത്ത് 7 രാഷ്ട്രങ്ങളിൽ ഇതിൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരു വർഷം തന്നെ അതിന് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വിശ്വസ്തതയാണ്. പിന്നെ അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്ന മാറ്റമാണ്. യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ഇനി 4 വർഷം ഡിഗ്രി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പുതിയ മാറ്റം വന്നു. മുന്നേ ഡിഗ്രി 3 വർഷം കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ആ സമയത്താണ് വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നത്. അല്ലാത്തത് മാർക്ക് ലിസ്റ്റ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. സോ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4ാമതൊരു വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും. ഈ ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ ആണ്. ആ സബ്ജക്റ്റിലെ കുട്ടി പ്രാവീണ്യം നേടാൻ. സോ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PG 1 ഇയർ ചെയ്താൽ മതിയോ. ഇപ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഇഗ്നോ പോലുള്ളൊരു യൂണിവേഴ്സിറ്റിന്റെ സിലബസ് അപ്ഡേറ്റഡ് സിലബസ് ആണ്. നമ്മൾ ഓരോ ഇയറിലും ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ ട്യൂഷൻ ഉണ്ട്, സെക്കൻഡ് ഇയറിലുണ്ട്, തേർഡ് ഇയറിലുണ്ട്, ഇനി 4th ഇയർ വരുമ്പോൾ 4th ഇയറിലും ഉണ്ട്. ഏറ്റവും ബെറ്റർ ക്ലാസ് എടുത്ത് പഠിക്കുന്നതാണ്. കാരണം അവർക്ക് സെൽഫായിട്ടും പഠിക്കാം, അതിന്റെ കൂടെ ട്യൂഷൻ ഉണ്ടാകുമ്പോൾ രണ്ടും പാടെ ആകുമ്പോൾ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എഡ്യൂവലിന്റെ എഡ്യൂക്കേഷൻ ആപ്പ് ഉണ്ട്, ലേണിംഗ് ആപ്പ് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആവും. സോ അത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മൊബൈൽ ആപ്പാണ്. അപ്പോൾ അതിൽ അതിന്റെ നോട്ട്സ് ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ വെച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ട് ഇഗ്നോ പോസിബിൾ ആവില്ല. നമ്മുടെ ഇന്ത്യയിൽ 37 യൂണിവേഴ്സിറ്റികൾക്കാണ് UGC ഓൺലൈനായിട്ട് ഡിഗ്രി PG കോഴ്സുകൾ ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ റെഗുലർ ആയിട്ട് ഡിഗ്രി ചെയ്യുന്നതിന്റെ സെയിം വാല്യൂ കിട്ടും. ഇപ്പോൾ വിദേശത്തേക്ക് അവർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില രാഷ്ട്രങ്ങളിൽ റെഗുലർ ആയിട്ട് പഠിച്ചാലാണ് എംബസി അറ്റൻഷൻ കിട്ടുള്ളൂ. സോ ഇതിൽ എവിടെയും ഓപ്പൺ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് റെഗുലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും വിദ്യാർത്ഥിക്ക് ഉണ്ടാകും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എവിടെ ആയിരുന്നാലും അവനക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും, അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ പരീക്ഷ ഓൺലൈനാണ്, പഠനം ഓൺലൈനാണ്. അവനൊന്നിനും യൂണിവേഴ്സിറ്റിയിലോ വേറെ ഏതെങ്കിലും സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അവർക്ക് അതിൽ ചൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ ഈസിയാണ്. പിന്നെ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിൽ അവൈലബിൾ ആവും. സോ അവർക്ക് ആ ക്ലാസ്സുകൾ ബ്രീഫായിട്ട് കിട്ടും, അത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ശേഷം അവർക്ക് എപ്പോഴാണോ എക്സാം ആ സമയത്ത് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റും. യൂണിവേഴ്സിറ്റി പോർട്ടൽ വഴി തന്നെയാണ് എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ അംഗീകൃത ബോർഡുകളും യൂണിവേഴ്സിറ്റി ആകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും UGC അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ.